കസ്തൂരി ആദ്യമായിട്ട് പോവല്ലേ ഇവിടത്തെ ഉത്സവത്തിന്? കൂടെ ഇവൻ വേണ്ടേ? ആളുകൾ എന്തു പറയും? ഒന്ന് പറ അവനോട്. നീ ഉത്സവത്തിന് പോകുന്നില്ലേ? ഉത്സവത്തിന് ഞാൻ എത്ര കണ്ടതാ. കേട്ടില്ലേ? നീ അവരോട് പോ. പിന്നെ കാളെ ആര് കളിക്കും? ഇന്ന് നീ ആട്ടുന്നില്ല, തീർന്നില്ലേ? യമുനെ വാ വാ. അയ്യേ, ഈ വേഷത്തിലോ? ഇതൊക്കെ മാറ്റി വൃത്തിയുള്ള പോലെ എടുത്തിട്ടാ. ഷർട്ടും മുണ്ടും ഇസ്തിരിയിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അവിടെ നിൽക്കാൻ ചോദിച്ചോ. എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോളൂ. ചാന്തോ കൺമഷിയോ വളയോ കേട്ടോ. അതെപ്രകാരം മുൻപരിക്കുന്ന അപ്രകാരം ബന്ധുക്കൾ തമ്മിലിരിക്കുന്ന ഗ്യാരണ്ടികൾ മഞ്ജുനാഥ് മാത്രമാണ്. ഞാൻ പലതവണ കേട്ട് കളിച്ചാണ്. എനിക്ക് പല പ്രാവശ്യം പുള്ളി കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിച്ചിരുന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല. അപ്പൊ അതാ പറഞ്ഞ് പുള്ളി നോക്കി വെച്ചാൽ നിങ്ങൾക്ക് താങ്കൾ പോയി എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നോക്കി എന്റെ വായിൽ നോക്കിയാൽ നിങ്ങളുടെ കാശ് പിന്നെ പറഞ്ഞു കാശ് വെക്കാം. വീണ്ടും കമ്മ്യൂണിക്കേഷൻ കാശല്ലേ കുറച്ച് കൊടുക്കും നിങ്ങളെ. പോരെ പോരടാ. മതിയോന്ന്. അതാ അവര് വരുന്നുണ്ട്. അവര് വരുന്നു. എന്താ ഇത്ര നേരത്തെ? തീരും മുമ്പേ മടങ്ങിയോ? എങ്ങനെയുണ്ട് മോളെ ഉത്സവം? ആ ചെക്കനോടെ? അവൻ ആ ഉത്സവപ്പറമ്പിൽ ചുറ്റിക്കറങ്ങി നടക്കണ്ടാവും. അവിടം കാലിയായാലേ അവൻ ഇനി വരൂ. എന്താ വെറും കൈയിട്ടാണോ വന്നത്? ഒന്നും വാങ്ങിയില്ലേ? എന്താടാ ഇവർക്കൊന്നും വാങ്ങിച്ചു കൊടുത്തില്ലേ? ആ കാശൊക്കെ ചീട്ട് കളിച്ച് കളഞ്ഞു കാണും. അത് പിന്നെ പലഹാരങ്ങൾ ഒരുപാട് വാങ്ങി തിന്നു. വയറ്റിലൊരു ഇഞ്ച് സ്ഥലമില്ലേ അല്ലേ? അപ്പൊ ചോറൊന്നും വേണ്ട ഇന്ന്. ഒക്കെ ബാക്കിയാവൂല്ലോ. സത്യം പറ. ഒന്നിങ്ങോട്ട് വരുമോ? ഉറങ്ങിയോ? നീ വിളകണക്ക്. അപ്പൊ ഉറങ്ങിയില്ലേ? ഞാൻ വിചാരിച്ചു. നിക്ക്. ഇതെന്തിനാ ഇപ്പൊ പുകയിടുന്നേ? കൊതുകുണ്ടായിട്ടാ? കളിയാക്ക. യമുനയ്ക്ക് കുറച്ച് കരിവള വേണമെന്നുണ്ടായിരുന്നു. ഒരു കല്ലുമാല വാങ്ങിക്കൊടുക്കാൻ ഞാൻ പറയും ചെയ്തു. അതിന് കാശ് എവിടെയാ? വലിയ മോഹങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല. ചെറിയ, തീരെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാണ്ടിരിക്കോ? ഒരു പെണ്ണല്ലേ? എങ്ങട്ടാ? എങ്ങോട്ടുമില്ല. സ്വൈരം തരില്ലെന്ന് വെച്ചാ ഞാനൊരു സ്വൈരക്കേടായോ? ഉത്സവ പറമ്പില് ഞങ്ങളെ നിർത്തി ചീട്ട് കളിക്കാൻ പോയത്
ശരിയായും തോന്നുന്നുണ്ടോ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും. അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഇതെന്തെടുക്കുക? കണ്ണു കണ്ടൂടെ നിനക്ക്? ആ, കണ്ണും കാണാൻ ചെവിയും കേക്കാം, അതിനൊന്നും ഒരു കുറവില്ല. പിന്നെ ഞാൻ നാരായണൻകുട്ടിയേട്ടനെ വഴിയിൽ വെച്ച് കണ്ടു. അടിച്ച് പൂസായി കെടുക, ഒരു വെളിവില്ലാണ്. ഞാൻ ലീലേച്ചോട് പോയി പറയുന്ന പറഞ്ഞപ്പോ ആള് ചോദിക്കാം ഏത് ലീലാന്ന്. ആ, എന്നിട്ട്? അല്ല, ഞാൻ ചോദിച്ചേ, നാരായണൻകുട്ടിയേട്ടാ ലീലേച്ചി നിങ്ങളെ കെട്ടിയോളല്ലേന്ന്. അപ്പൊ പറയാ ഓളെ നീ എടുത്തോന്ന്. എനിക്കിഷ്ട. ഇനി ഈ ഭാഗത്ത് കണ്ടാ നിന്നെ കേക്കണ്ട. കനകേട്ട എന്നെ തല്ലി. തല്ലിയിലേക്ക് കനകേട്ടന് ആരാ? അക്കം കിട്ടി അവിടെ പോകും. എന്തൊക്കെയാ കാട്ടിക്കൂട്ടാന്നറിയോ? കനകേട്ടൻ പണ്ടേ അവളുടെ അടുത്താ, ഇപ്പൊ കൂടി അവിടെ ഉണ്ട്. എന്തിനാന്ന് ചോദിച്ചാ തല്ലിയത്. രക്ഷയില്ലേ? ലീലേച്ചി അതുമാതിരി കനകചേട്ടനെ പിടിച്ചു വെച്ചിരിക്കുക.